Dear students, welcome to the second class on circles of 9th standard mathematics. Today, we will discuss how can we draw circles through points given. For example, a point is there. How can we draw circles that point given? ഇത് നമ്മൾ ചർച്ച ചെയ്യും. Okay. If 2 points are given, how can we draw circles passing through these 2 points? That is our discussion. നമ്മൾ ഈ കാര്യവും ചർച്ച ചെയ്യും. If 3 points are given, how can we draw circles that 3 points? 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്യാനുള്ളതാണ്. Let us draw circles passing through points. Here I have drawn a point. I have marked a point. Now let us draw a circle passing through this point. And so where should be the center of the circle? Any point outside this point we can take as the center of the circle. And so let this be the center of the circle to be drawn. And so keep compass here. Taking this much distance in compass, we can rotate the compass. We will get a circle like that. Now we have got a circle passing through the given point. Instead of taking this point, if we have marked a point here somewhere, in that way also keeping compass here, taking this much distance in compass as radius, rotating the compass, we will get another circle. In that way also we could have drawn it there. And so in order to pass a circle through this point, any point can be taken as the center of the circle. And so if we mark somewhere here a point, keeping compass here, taking this much distance in compass as radius, rotating it, we will get another circle. And so to draw a circle passing through a given point, we can take any point outside that circle as the center and the distance to that one as the radius. Let us have drawn. Now our discussion goes like this. If we take 2 points like that, let these 2 points be there, we want to get a circle passing through these 2 given points. ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ, അങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം the line joining these 2 points will be a chord of the circle, and so the center of the circle must lie on the perpendicular bisector of that line. ഓക്കെ, ഈ 2 പോയിന്റുകളിലൂടെ പാസ് ചെയ്യാനുള്ള സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിന്റെ, അതായത് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ്, ഇതിലാകണം. അപ്പൊ ഇതിലുള്ള ഏതൊരു പോയിന്റും, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ദാറ്റ് പോയിന്റ് യു ക്യാൻ ടേക്ക് ദാറ്റ് വൺ ആസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ, കീപ് കോമ്പസ് ഹിയർ, ടേക്ക് ദിസ് മച്ച് ഡിസ്റ്റൻസ് ഇൻ കോമ്പസ്, റൊട്ടേറ്റ് ഇറ്റ്, വി വിൽ ഗെറ്റ് എ സർക്കിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ അവിടെ എടുത്തതിന് പകരം നമുക്ക് ഈ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് റൊട്ടേറ്റിംഗ് ദാറ്റ് വൺ വി വിൽ ഗെറ്റ് എ സർക്കിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ ആ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കണ ലൈനിന്റെ, അതായത് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏതൊരു പോയിന്റും സെന്റർ ആക്കിക്കൊണ്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. ഓക്കെ, നൗ if we are given 3 points like that, ഇവിടെ 3 points തന്നിട്ടുണ്ട്, we want to draw a circle passing through these 3 points. ഈ 3 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കണം നമുക്ക്. അതെങ്ങനെ സാധ്യമാകും? ഈ 3 പോയിന്റുകളും ഒരു ലൈനിലാണെങ്കിൽ നമുക്ക് 3 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയില്ല. ഓക്കെ, ഇവിടെ 3 ഒരു ലൈനിലല്ല, 3 different points are given there. They are not on a line. ഈ 3 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഈ 2 പോയിന്റുകളിലൂടെ പാസ് ചെയ്യണം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിൾ ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യണം, ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യണം. നമ്മൾ ആദ്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കണ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാകണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത്. എന്ന പോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിൾ ഈ 2 പോയിന്റിലും കൂടി പാസ് ചെയ്യാനുള്ളത് കൊണ്ട് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കണ ലൈനിന്റെ, ഈ ലൈനിന്റെ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് നമ്മൾ വരയ്ക്കേണ്ട സർക്കിൾ നിലകൊള്ളേണ്ടത് ഈ ലൈനിലും ആയിരിക്കണം, ഈ ലൈനിലും ആയിരിക്കണം. ഇതിലൂടെയും പോകാനുള്ളത് കൊണ്ട് അത് ഇതിലായിരിക്കണം, ഇതിലൂടെയും പോകാനുള്ളത് കൊണ്ട് ഇതിലുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ ഈ ലൈനിലും ആകണം, ഈ ലൈനിലും ആകണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ
it should be on the meeting point of these two perpendicular lines, and so it should be there here. And so if we take this point, ഈ പോയിന്റ് രണ്ടിനും ശരിയാണ്. ഈ പോയിന്റ് ഈ ലൈനിലുമാണ്, ഈ പോയിന്റ് ഈ ലൈനിലുമാണ്. Therefore, let us take this one as the center of the circle to be drawn. ഈ പോയിന്റ് ഈ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലായിരിക്കും നിൽക്കുക. എന്നപോലെ ഈ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും, അതായത് ഈ പോയിന്റ് ഈ രണ്ട് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസസിലായിരിക്കും. Therefore, if we keep compass here, taking this much distance in compass and rotate the compass, definitely it will pass through all these 3 points. And so now we know how to draw a circle passing through 3 given points. 3 പോയിന്റ്സ് തന്നാൽ എങ്ങനെ ഒരു സർക്കിൾ വരക്കണം എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് തന്ന് ഈ 3 പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈനും കൂടി ഇങ്ങനെ വരച്ചാൽ വി വിൽ ഗെറ്റ് ഹിയർ എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ 3 പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. ആ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണിത്. ഓക്കെ, അങ്ങനെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ടെൽ ദിസ് സർക്കിൾ ആസ് ദി സർക്കം സർക്കിൾ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ്. നമ്മൾ അതൊന്ന് വരയ്ക്കുകയാണ്. എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിലൂടെ എന്നാണ് 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ ദി വെർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ? നമുക്കതൊന്ന് വരച്ചു നോക്കാം. ദാറ്റ് ഈസ് ഹിയർ 3 points are marked. We want to draw a circle passing through these 3 points. ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കണം. അല്ലെങ്കിൽ ഈ 3 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ വി വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ. ഈ 3 പോയിന്റുകളും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ട്രയാങ്കിളിന്റെ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കണം. ഈ 3 പോയിന്റുകളിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ 3 ട്രയാങ്കിളിന്റെ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിന് പറയുന്നത് സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എന്നാണ്. ഹൗ ടു ഡ്രോ സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വിൽ ബി ദി കോഡ് ഓഫ് ദി സർക്കിൾ, ആൻഡ് സോ ദി സെന്റർ ഓഫ് ദി സർക്കിൾ മസ്റ്റ് ലൈ ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ. ഏതെങ്കിലും ഒരു ലൈനിനെ ഞാൻ ആദ്യം എടുക്കുകയാണ്. ഈ ലൈന് ഈ നമ്മൾ വരക്കാൻ പോകുന്ന സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോഡായി മാറാനുള്ളതാണ്. Therefore, the center of the circle must lie on the perpendicular bisector of the chord. അപ്പോൾ നമ്മൾ ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്ന വിധം നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ കീപ് കോമ്പസ് ഹിയർ. ഓക്കെ, എക്സ്റ്റെൻഡ് കോമ്പസ് എ ലിറ്റിൽ ബിറ്റ്. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരാർക്ക് ഈ സൈഡിലും അതേ മെഷറിൽ ഇങ്ങേ സൈഡിലും വരയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ 2 രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. 2 സൈഡിലായിട്ട് പോയിന്റ്സ് കിട്ടി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. എന്നാൽ പിന്നെ ഇതിന്റെ ഇടയിൽ നിങ്ങൾ കോമ്പസ് നീട്ടേണ്ടതില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കീപ് കോമ്പസ് ഹിയർ, ഡ്രോ ആൻ ആർക്ക് അറ്റ് ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ഓൾസോ. ഓക്കെ, അങ്ങനെ 2 ആർക്സ് വരയ്ക്കുകയാണ്. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരച്ചു, അതേ അളവിൽ ഇങ്ങോട്ടേക്കും വരച്ചു. ഓക്കെ, ദെൻ വിത്ത് സെയിം ഡിസ്റ്റൻസ് ഇൻ കോമ്പസിൽ മാറ്റൊന്നും വരുത്താതെ കീപ് കോമ്പസ് ഹിയർ. ഓക്കെ, ഈ വരച്ച ആർക്കിന് ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് സച്ച് 2 ആർക്സ്. നൗ ജോയിൻ ദീസ് 2 പോയിന്റ്സ്, ദാറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദാറ്റ് ലൈൻ. ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഈ വരച്ചത്. ഓക്കെ, ഇതുപോലെ ഞാൻ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഫോർ ദാറ്റ് കീപ് കോമ്പസ് ഹിയർ അറ്റ് ഫസ്റ്റ്. ടേക്ക് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഇറ്റ് ഷുഡ് ബി മോർ ദാൻ ഹാഫ് ഓഫ് ദിസ് ഡിസ്റ്റൻസ്. ഡ്രോ ആൻ ആർക്ക് അറ്റ് ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ഓൾസോ. വി വിൽ ഗെറ്റ് 2 ആർക്സ് ലൈക്ക് ദാറ്റ്. With the same distance in compass without making any change in the compass, keep compass here. Draw another arc to cut that 2 arcs. We will get such 2 arcs. Now join these 2 points, this one and this one. Join scale ഉപയോഗിച്ചിട്ട് ആ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിച്ചോളാം. Now the center of the circle must lie on the meeting point of the perpendicular bisectors of these 2 points. These 2 perpendicular bisectors, that is here, this one is the center of the circle to be drawn. ഈ പോയിന്റ് ആണ് നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ ഇതായതുകൊണ്ട് ഈ പോയിന്റിനെ സർക്കം സെന്റർ എന്ന് പറയുന്നു. Okay, now the distance or the radius of the circle is the distance from this point to any one of the വെർട്ടക്സ്. ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അപ്പോൾ കോമ്പസ് ഇവിടെ കുത്തുക, ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തോളാം, കോമ്പസ് തിരിക്കുക. ഓക്കെ, കോമ്പസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ പാസ് ത്രൂ ദീസ് 3 പോയിന്റ്സ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, കീപ് കോമ്പസ് ഹിയർ, എക്സ്റ്റെൻഡ് കോമ്പസ് ടു ദിസ് പോയിന്റ്, ദെൻ
start rotating, we will get a circle like that. That circle is the circumcircle of this triangle, or in other words, that circle passes through 3 given points. Okay, you can draw a triangle, then a circumcircle to that triangle like this. ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഒരു ട്രയാങ്കിളിന്റെ മെഷർമെന്റ്സ് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ സർക്കിൾ വരക്കാൻ പറയുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഒരു സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വരക്കുന്നതാണ്. സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ, ഹൗ ഇറ്റ് ഈസ് ഡ്രോൺ, എങ്ങനെയാണ് ഇത് വരച്ചത്? ഹിയർ we have drawn the perpendicular bisectors of two sides of the triangle. രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് നമ്മൾ വരച്ചു. Okay, now the meeting point of the perpendicular bisectors is the center of the circle, and the distance to any one of the vertex is the radius of the circle. In that way we have drawn the circle. വേറൊന്നും കൂടി, ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടില്ല, അത് വരച്ചാൽ അതും പാസ് ചെയ്യാനുള്ളത് ഈ പോയിന്റിലൂടെ തന്നെ ആയിരിക്കും. Therefore all perpendicular bisectors will meet at a point. അപ്പോൾ സർക്കിൾ വരച്ച മെത്തേഡ് നമുക്കൊന്ന് ഇവിടെ എഴുതി വെക്കാം. ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് എനി ടു സൈഡ്സ് ഇസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ, ആൻഡ് ദി ഡിസ്റ്റൻസ് ടു എനി വൺ ഓഫ് ദി വെർട്ടെക്സ് ഇസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. ആൻഡ് സോ യു ക്യാൻ ഹാവ് ഇറ്റ് written like this. Okay, you can write how the circumcircle of a triangle is drawn. Now here I am drawing an acute angled triangle. See, acute angle triangle means all angles are less than 90 degrees. If we draw circumcircle of this triangle, we have to draw the perpendicular bisectors of any two sides first. ഈ രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണത്, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ they will meet at a point. We see that meeting point is inside the triangle. And so we see for an acute angled triangle, its a circumcenter lies inside the triangle. You can write down, you can draw such a figure. You can draw an acute angled triangle, then it's a circumcircle. Then you will get the circumcenter inside the triangle. Then you can write such a note. Circumcenter of an acute angled triangle will be inside the triangle. Now let us draw an obtuse angled triangle. Here I have drawn an obtuse angled triangle. Okay, obtuse angle means one angle will be greater than 90 degree. Let this angle is greater than 90 degree. I can draw to find out the circumcenter. Let us have drawn its perpendicular bisectors of two sides. ഈ രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ we see the meeting point is outside the triangle, and so the circumcenter of an obtuse angled triangle will be outside the triangle. And so you can draw such an obtuse angled triangle, then it's a circumcircle, then you will get the circumcenter outside the triangle, then write such a note. At last, let us take the case of a right angled triangle. See, here I have drawn a right angled triangle. See, this angle is greater than, equal to 90 degree. Let this angle is equal to 90 degree. It is a right angled triangle. In order to draw the circumcircle, we have to draw perpendicular bisectors of two sides. And so let these sides are considered. Their perpendicular bisectors are drawn. We see they meet at a point here. That point is the midpoint of the hypotenuse. We can prove that one as the midpoint of the hypotenuse. And so for a right angled triangle, we see the circumcenter of the triangle lies at the midpoint of the hypotenuse. You can draw such a right angled triangle, then circumcircle, then you will get the circumcenter at the midpoint of the hypotenuse, then write such a note. Okay, now let us have some works to be done yourself. That is homework for you. Now let us have these works done. ഈ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കുക. Read the first question. In a circle, two chords of 6 cm, 8 cm long are drawn at either side of the diameter of 10 cm long. 10 cm diameter ഉള്ള ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ഇരു സൈഡിലുമായിട്ട് 6 cm, 8 cm ലെങ്തിലുള്ള രണ്ട് കോർഡ്സ് ഉണ്ട്. What will be the distance between them? If they are at the same side of the diameter, what will be the distance between them? First of all, let us draw a figure as set in the question.
Okay, and so when we have drawn a circle at two chords of length 8 centimeter and 6 centimeter, we will get such a figure. Okay, here it is 8 centimeter, this one is 6 centimeter. We are asked to find out the distance between these two chords. These are parallel chords drawn at either side of the diameter. Diameter parallel ആയിട്ട് അതിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. ആൻഡ് സോ ലെറ്റ് us ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് സെന്ററിലൂടെ, സർക്കിളിന്റെ സെന്ററിലൂടെ ഉള്ള ഡിസ്റ്റൻസ് കാണാം. ഓക്കെ, ആൻഡ് സോ ഇഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് ദർ ഹിയർ, ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ത്രൂ ദി സെന്റർ. ഇതിലൂടെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കാണാം. For that, we know this length is 6 centimeter. This one is drawn perpendicular to the chord, therefore it will be bisected. Mean this much length will be 3 centimeter. If we draw the radius here, it is said diameter 10 centimeter, radius will be 5 centimeter. This piece is 3 centimeter. We can calculate this one by the chorus. Now we know this one is 8 centimeter, therefore half will be 4. Here it is radius is 5. We can calculate this distance. Now adding these two distances, we will get the distance between the two chords. If they are at the same side of the diameter, 8 centimeter ഇവിടെ തന്നെ വരച്ചത് എങ്കിൽ ആകട്ടുന്ന രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, ആൻഡ് സോ യു ക്യാൻ ഡ്രോ സച്ച് എ ഫിഗർ, ദെൻ ഹാവ് ഇറ്റ് ഡൺ അക്കോർഡിംഗ്ലി. Now let us have the second question. Read the second question. Equal sides of an isosceles triangle are 8 centimeter long and its circumradius is 5 centimeter. Determine the length of the third side. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് 8 സെന്റിമീറ്റർ ആണുള്ളത്. ഓക്കെ, ഇറ്റ്സ് സർക്കം ഈസ് 5 സെന്റിമീറ്റർ. നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിഗർ വരച്ചു നോക്കാം. ആൻഡ് സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സീ ദി ഫിഗർ. Here, this one is an isosceles triangle of equal sides 8 centimeter. ഇതാണ് ഈക്വൽ സൈഡ്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ this one is given as 8 centimeter. അപ്പോൾ നമുക്ക് ഇതിന്റെ തേർഡ് സൈഡിന്റെ ലെങ്ത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതേപോലെ റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കാം. We know this one is one side of the triangle or it is one chord. Therefore, the perpendicular bisector of this chord pass through the center. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെന്ററിലൂടെ പാസ് ചെയ്യും. മാത്രമല്ല ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് ഈ വെർട്ടെക്സിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഇതിലേക്ക് വരച്ച ആൾട്ടിറ്റ്യൂഡ് തന്നെ ആയിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു നോക്കാം. അതിലായിരിക്കും സർക്കിളിന്റെ സെന്റർ അപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ആ സെന്റർ ഇറ്റ് ഈസ് സെറ്റ് ദിസ് റേഡിയസ് ഈസ് 5 സെന്റിമീറ്റർ. ഈ റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതും റേഡിയസ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താലും റേഡിയസ് തന്നെയാണ്. അപ്പം ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കണം, ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കവിടെ മാർക്ക് ചെയ്യാം. ദാറ്റ് ടു ഡിസ്റ്റൻസസ് ആർ 5 സെന്റിമീറ്റർ ഈച്ച്. ഇത് രണ്ടും 5 സെന്റിമീറ്റർ ആണ്. ദിസ് വൺ ഈസ് നോട്ട് നോൺ. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞൂടാ. ഈ ഡിസ്റ്റൻസിനെ നമ്മളൊരു എക്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സി ഫ്രം ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഈ എക്സിനെ കണ്ടെത്താം. ഫ്രം ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് ഇവിടെ നമുക്ക് പേര് കൊടുത്തിട്ട് ഈ ഡിസ്റ്റൻസ് എന്താണ് എക്സിന്റെയും 5-ന്റെയും ടേംസിൽ ഇതിനെ കണ്ടെത്താം. ഓക്കെ, അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്താണെന്നുള്ളത് 5-ന്റെയും എക്സിന്റെയും ടേമിൽ നമുക്ക് കണ്ടെത്താം. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഇത് 8 സെന്റിമീറ്റർ ആണ്. ഈ ലെങ്ത് 5+x ആണ്. വീണ്ടും 5+x-ഉം 8-ഉം അത് രണ്ടും യൂസ് ചെയ്തിട്ട് റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇത് എന്താണെന്ന് വീണ്ടും നമുക്ക് പറയാം. രണ്ട് ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഈ സൈഡിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കാണാം. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ, ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് ഡബിൾ. വി വിൽ ഗെറ്റ് ദി തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഹാഫ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഹിയർ ദി തേർഡ് ക്വസ്റ്റ്യൻ. റീഡ് ദി തേർഡ് ക്വസ്റ്റ്യൻ. Find the relation between the circumradius and one side of an equilateral triangle. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കംറേഡിയസും അതിന്റെ തേർഡ് സൈഡും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറയാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആദ്യം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാം. യു ജസ്റ്റ് തിങ്ക് ദിസ് വൺ ഇസ് an equilateral triangle. ഇതിന്റെ സർക്കംറേഡിയസും വൺ സൈഡും തമ്മിലുള്ള കണക്ഷൻ. ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് ഈ വെർട്ടെക്സിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഈ ലൈനിലായിരിക്കും സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും സർക്കിളിന്റെ സെന്റർ ഉണ്ടായിരിക്കും. ഇനി നമ്മോട് പറഞ്ഞത് ഇതാണ് റേഡിയസ്, സർക്കംറേഡിയസ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാൽ അതൊരു റേഡിയസ് ആണ്. റേഡിയസ് നമുക്ക് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഈ 3 വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ അവിടെ ഉണ്ടായിരിക്കും, സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വൺ ഈസ് സർക്കംറേഡിയസ്.
ഇതിനെ നമുക്ക് ഈ സൈഡ് ഈ ലെങ്തിനെ എക്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സീ ദിസ് ട്രയാങ്കിൾ. ഈ ആംഗിൾ നമ്മുടെ ബൈസെക്ട് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് an equilateral triangle. This angle will be 60 degree. This will be 30 degree. Here it is 90 degree. It will be 60 degree. 60, 30, 90 degree സൈഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സൈഡ്സിന്റെ ലെങ്ത്തുകളെ നമുക്ക് ഒന്നിനെ എക്സ് എന്ന് കൊടുത്തിട്ട് മറ്റുള്ളതിന്റെ ടേംസിൽ പറയാം. അപ്പം റേഡിയസിന് എക്സിന്റെ ടേംസിൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതുകൊണ്ട് ഈ സൈഡിന്റെ ലെങ്ത് എന്താണെന്ന് പറയാം. അതിനെ ഒരു റേഷ്യോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ we will get the relation between circumradius and one side of the equilateral triangle. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ളത്. Now let us conclude the class here. Okay, thanks.